ജെ 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 ഹേ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ബേസിൽ ജോസഫിനെയും പൃഥ്വിരാജിനെയും പ്രധാന കഥാപാത്രങ്ങളാക്കി വിപിൻ ദാസ് സംവിധാനം ചെയ്ത ചിത്രമാണ് ഗുരുവായൂർ അമ്പലനടയിൽ. OTT-യിലേക്ക് എത്തുകയാണ് ഈ ചിത്രം. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ ജൂൺ 27 മുതൽ ഗുരുവായൂർ അമ്പലനടയിൽ സ്ട്രീം ചെയ്യാൻ തുടങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ. നിവിൻ പോളിയെ നായകനാക്കി ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയും OTT-യിലേക്ക് റിലീസ് ചെയ്യുകയാണ്. ജനഗണമന എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ഡിജോ ജോസ് ആന്റണിയും നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫനും വീണ്ടും ഒന്നിച്ച ചിത്രം കൂടിയാണ് ജനഗണമന എന്ന സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കിയ ഷാരിസ് മുഹമ്മദ് തന്നെയാണ് മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയ്ക്കും തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ജൂലൈ 5 മുതൽ സ്ട്രീമിംഗ് ആരംഭിക്കും. തമന്ന, റാഷി ഖന്ന, സുന്ദർ സി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഹൊറർ കോമഡി ചിത്രമായ അരമനെ 4 OTT-യിലെത്തി. ടൊവിനോ തോമസ്, ഭാവന തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ലാൽ ജൂനിയറിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ചിത്രമാണ് നടികർ. സിനിമയ്ക്കുള്ളിലെ സിനിമയുടെ കഥ പറയുന്ന ചിത്രത്തിൽ സൂപ്പർ സ്റ്റാർ ഡേവിഡ് പടിക്കലായാണ് ടൊവിനോ തോമസ് എത്തിയത്. ചിത്രം ജൂൺ 27 മുതൽ നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. തിയേറ്ററിൽ മികച്ച പ്രതികരണം നേടി മുന്നേറുകയാണ് വൈശാഖ് മമ്മൂട്ടി ചിത്രം ടർബോ. ചിത്രവും ഉടൻ തന്നെ OTT റിലീസിന്. മമ്മൂട്ടിക്ക് പുറമെ കന്നഡ താരം രാജ്ബി ഷെട്ടിയും ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു. ജൂലൈ ആദ്യവാരത്തോടുകൂടി സോണി ലിവിലാണ് ചിത്രത്തിന്റെ സ്ട്രീമിംഗ് നടക്കുക. എന്നാൽ തീയതി ഏതാണെന്ന് ഇതുവരെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. ദിലീപിന്റെ നായകനാക്കി വിനീത് കുമാർ സംവിധാനം ചെയ്ത പവി കെയർടേക്കർ OTT-യിലേക്ക് എത്തുകയാണ്. ജൂൺ ആദ്യവാരം ഈ ചിത്രം OTT-യിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.